വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണെന്ന് പറയുന്നത് എങ്ങനെ കിണറ്റിലിറങ്ങാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരാളെ കിണർ ക്ലീനിങ്ങിലേക്ക് വിളിച്ചുള്ള ചിലവ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ടിത് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റുള്ളൊരു കാര്യമൊന്നുമല്ല. കിണറ്റിലിറങ്ങാൻ സത്യം പറഞ്ഞാൽ 1 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ ആത്മധൈര്യമാണ് പ്രധാനം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഏറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യാൻ. ഒരിക്കലും കുട്ടികളിത് ഒരിക്കലും അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ. വളരെ അപകടം പിടിച്ച പണിയാണ്. അപ്പം കാണാൻ കിണറിൻ്റെ ആഴം കണ്ടോ, നല്ല ആഴമുള്ള കിണറാണ്. ശ്രദ്ധിച്ച് ഒരിക്കലും പണി ചെയ്യാൻ നിൽക്കാവൂ കേട്ടോ. വളരെ റിസ്ക് എടുത്താണ് ഈ പണി ചെയ്യുന്നത്. ഞാൻ തന്നെ ഫോൺ വിളിച്ചാൽ അറിഞ്ഞത്. അപ്പോൾ അറിയാലോ എൻ്റെ റിസ്ക്. വീട്ടിലൊക്കെ അറിഞ്ഞാൽ പണി കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഞാൻ എൻ്റെ 15-ാം വയസ്സിലാണ് ആദ്യമായിട്ട് കിണറ്റിലിറങ്ങുന്നത് കേട്ടോ. 15-ാം വയസ്സിൽ, അതും വീട്ടിൽ ആരുമില്ല സമയം. പറഞ്ഞിട്ട് ആരും വിശ്വസിച്ച് പോലുമില്ല. അതുകൊണ്ട് അനിയനെയൊക്കെ പിന്നെ ഒരു വട്ടം 6-7 തട്ടം നമ്മൾ കിണറ്റിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം എനിക്ക് കിണറ്റിലിറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും കുട്ടികൾ എനിക്കിരിക്കരുത് ആണ് ഇനി പ്രധാനം കേട്ടോ. കിണറ്റിൽ അണഞ്ഞിട്ടിങ്ങനെ കണ്ടാൽ അതിന് കൂടുതൽ ഉള്ളത് കേരളത്തിൽ. അതിനകത്ത് ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആദ്യമേ അത് ശ്രദ്ധിച്ച് നോക്കണം. ഓക്സിജനുള്ള കിണറുകളുടെ അളവ് അതിന് നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട് കേട്ടോ. പേപ്പർ കത്തിച്ചൊക്കെ കിണറ്റിൽ ഇട്ട് നോക്കാം. അതുപോലെ മാവിൻ്റെ തോലുണ്ടല്ലോ, അത് കിണറ്റിൽ ഇറക്കിയാൽ നമുക്ക് പിന്നെ ഇഴജന്തുക്കൾ, ചില കിണറുകൾ ശ്രദ്ധിക്കുക. പാമ്പ്, ഇഴജന്തുക്കളൊക്കെ ഒരുപാട് കാണും. അത് ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങാവൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇത് പാറക്കണ്ട. ഞാൻ എന്തിനാ ആദ്യമായിട്ട് കിണറ്റിലിറങ്ങി നിങ്ങൾക്ക് അറിയുമോ? ഇന്ന് നല്ല ഉണക്കാണ് ആ കാലം. വീട്ടിൽ വെള്ളമൊന്നുമില്ല. ഇന്ന് എങ്ങനെയെങ്കിലും കിണർ കുഴിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇറങ്ങിയത് നമ്മൾ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് പണി കിട്ടിയത്. കിണറ്റിൽ നല്ല പാറയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരുവിധം കുഴിച്ച് നോക്കി. ഒരു ഗുണമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് 4-5 കുട്ടി മണ്ണൊക്കെ കുഴിച്ച് നോക്കി. പാറയായിരുന്നു തന്നെ. ഇതൊക്കെ കണ്ടോ, കണ്ടോ പോണ കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ പോയി ആകെയുള്ള മുതല കണ്ടോ. ഇതാ വെള്ളം, ശുദ്ധമായ വെള്ളം കേട്ടോ. നമ്മൾ ഒരിക്കലും കിണറ്റിലിറങ്ങിയിട്ട് മേളിലോട്ട് നോക്കാൻ നിൽക്കരുത്. നമുക്ക് പേടിയാവും. അതുകൊണ്ട് മേളിലെ വ്യൂ ഞാൻ കാണിച്ചത് കാണുമെന്ന് അറിയത്തില്ല. എന്തോ ഇങ്ങനെ കാണും. ഇതിൻ്റെ അടിയിലൂടെ ഒരുപാട് തൊടി ഇതൊക്കെ ഉള്ള കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. കഴിയുമെന്ന് അറിയത്തില്ല. പിന്നെ ഇനിയും കൂടെ ഇറങ്ങുന്നത് റിസ്ക് കേട്ടോ. മഴയൊക്കെ പെയ്ത് കിടക്കുന്ന നല്ല തെന്നലുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച ആൾക്കാർ ചെയ്യാവൂ. ഇത്രത്തോളം റിസ്ക്കുള്ള പണിയാണ് ചെയ്യുന്നത്. ദൈവത്തൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടേ. അത്രത്തോളം എഫർട്ടാണ് വീടിന് വേണ്ടി എടുക്കുന്നത്. തങ്ങളുടെ കുട്ടികൾക്ക്, ഭാര്യയ്ക്കും ബന്ധുക്കൾക്കൊക്കെ വേണ്ടി അത്ര കഷ്ടപ്പെട്ട് അവർ ഈ ജോലി ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് പാടുള്ള പണിയാണ്. ഭൂമിക്ക് അടിയിലെ ചൂടെന്ന് പറയുന്നത് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ചൂട് അപ്പം ഇനിയും വെള്ളം വെച്ച് കയ്യിലെടുത്ത് നിങ്ങളെ കാണിച്ചു തരണം ആഗ്രഹമുണ്ട്. എന്താ വെള്ളം ശുദ്ധമായ വെള്ളം. അപ്പോൾ നമുക്ക് തിരിച്ചു കയറും. എന്താ പറയുക, ഇറങ്ങുന്നത് തന്നെ പ്രധാനമാണ് തിരിച്ചു കയറുന്നത്. ഏറെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്സിജനൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ആദ്യം പറഞ്ഞതുപോലെ പനിക്ക് നിൽക്കാവും നിങ്ങൾ. വീട്ടിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യാവും. കുട്ടികൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഓർമ്മിപ്പിക്കുക.
കേട്ടോ. എനിക്കിത് പണ്ടൊരു ക്രൈസുള്ള പരിപാടിയാണ് ചെയ്യുന്നതേ ഉള്ളൂ. വീട്ടിലറിയാതെ തന്നെ ചെയ്യുന്നതാണെങ്കിൽ അറിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. ഞാൻ തന്നെ സെൽഫി ക്യാമറ ഓണാക്കി അവിടെ ചെയ്യുന്നത്. പരിമിതികൾ കണ്ടോ, നല്ല ആഴോടെ കേട്ടോ. അടിയിലോട്ട് തൊടികളും ഇല്ല കേട്ടോ. എൻ്റെ അടിയിലോട്ട് ശരിക്കും വെള്ളം കിട്ടുന്നുണ്ട്. ഇനി വേറെ കണ്ടോ, എല്ലാവരും കണ്ടോ നമ്മുടെ ഭൂമിയുടെ ഓരോ വിഷയങ്ങളതൊക്കെ കിണറൊക്കെ വെട്ടി അതിന് വെള്ളം കോരി കണ്ടോ. ഭംഗിയുണ്ടോ ഏരകളുടെയൊക്കെ. നമ്മുടെ കുഴൽക്കിണർ കുടിച്ചാലൊന്നും ഇതുപോലുള്ള വെള്ളമൊന്നും കിട്ടത്തില്ല കേട്ടോ. കിണറ്റിൽ നിന്നുള്ള വെള്ളം അത് പോയി കുടിച്ചാലേ ഒരു സുഖം കിട്ടുള്ളൂ. ഇത് മോട്ടറുകളൊക്കെ വെക്കുന്നവരും കിണർ പരമാവധി അടച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. അടച്ചിട്ട് കഴിഞ്ഞാൽ കിണറ്റിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും കേട്ടോ. ഞങ്ങൾ ഇന്നത്തെ കാലത്ത് ഓപ്പണാക്കി ഇടുന്നതും അത്ര സുരക്ഷിതമല്ല. കെട്ടിയൊക്കെ ഉറപ്പിച്ചിടാം, അത് ശ്രദ്ധിക്കുക. എല്ലാ കിണറും കെട്ടിയതാണ്. കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നെറ്റൊക്കെ ഇട്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ തൊട്ടി ഇടയ്ക്ക് വെള്ളം കോരി നോക്കാം കേട്ടോ. നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്, ആരും പേടിക്കണം കേട്ടോ. സേഫായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. മേടിക്കുന്നുള്ള വീണ്ടും കാണിച്ചു തരാം. ഫോണ് വീണാൽ താഴെ വെള്ളം കേട്ടോ. ഒരിക്കലും കിണറ്റിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് മേലോട്ട് നോക്കാൻ നിൽക്കരുത് കേട്ടോ, പണി പാടും. ഇപ്പം നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ പുല്ല തീപിച്ച് അതിൻ്റെ കേട്ടോ, മൊത്തം പുല്ല. ഇങ്ങനുണ്ട് സാധനം. നല്ല എഫർട്ട് ആവശ്യമാണ് കേട്ടോ. എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ഒരിക്കലും കുട്ടികൾ ആവർത്തിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞു വീണ്ടും കിണറ്റിൽ ഇറങ്ങാൻ നിൽക്കില്ല കേട്ടോ. അപകടം പിടിച്ച പണിയാണ്. പക്ഷെ ആത്മധൈര്യമുള്ളവർ ചെയ്യാൻ പറ്റും കേട്ടോ. വീട്ടിലൊക്കെ സ്വന്തമായിട്ടാണെങ്കിൽ കിണറൊക്കെ വൃത്തിയാക്കാം, ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. എന്നൊക്കെ ഒരാളേക്ക് വിളിച്ചുള്ള ചിലവ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കനയക്കുക. പിന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം ഗുഡ് ലക്ക് ഗൈസ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോയുമായി വീണ്ടും കാണാം.